കൂട്ടുകാരെ, എന്താണ് സുഖമല്ലേ? അപ്പം ഈ ക്യാമറയുടെ മുന്നേ വെച്ച് സംസാരിക്കാൻ എനിക്ക് നല്ല നാണമായിരുന്നു. നാണെന്ന് നല്ലൊരു ഉൾവലിയായിരുന്നു. എങ്ങനെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുക, നാടുകൾ എന്ത് വിചാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്. എന്തായാലും പിന്നെ വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കത്തില്ല. അപ്പം എനിക്കിന്ന് പറയാൻ ഉള്ളത്, നാളെ ഇലക്ഷൻ വരുമല്ലേ, അപ്പോൾ അതുതന്നെ സംസാരിക്കാൻ വിചാരിച്ചു. അപ്പം നല്ല രീതിക്ക് ആലോചിച്ചിട്ട് പോയി വോട്ടിടുക, യുക്തിപൂർവ്വം ചിന്തിക്കുക, പൊട്ടത്തരമൊന്നും കാണിക്കില്ല. കാര്യം ഒരു വോട്ട് ഇതിൽ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടും. എന്തായാലും 10 വർഷം നശിച്ച്. ദേശസ്നേഹവും ഓവർ ഭക്തിയൊന്നും ദൈവത്തെ ഓർത്ത് ആർക്കും വേണ്ട. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എല്ലാ ആവശ്യത്തിനാവണം. ദേശസ്നേഹമുള്ളവരൊക്കെ അതിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കുക. പുറത്ത് നോർത്ത് വിടുമ്പം, ഈ കേരളം വിട്ടുകൊണ്ട് പുറത്തോട്ട് വിടുമ്പോഴേ അടുത്ത സ്റ്റേറ്റ് വിട്ട് അങ്ങനെ പോയാൽ മതി. അപ്പം നമ്മുടെ നാട്ടിലെ വില മനസ്സിലാവും. കേരളത്തിൽ നിന്ന് വരുമ്പോൾ എന്താ റെസ്പെക്റ്റ് എന്നറിയോ? ഇവൻ രാജ്യം വിട്ടു പോകുമ്പോഴും. ഇപ്പം എൻ്റെ അടുത്ത കാര്യം ചോദിക്കുകയാണെങ്കിലും പ്രത്യേകം ഞാൻ കേരള എന്ന് പറയും. ഇന്ത്യ എന്ന് പറയുന്നെങ്കിലും കേരള എന്ന് പറയും. ഫ്രം സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, കേരള. അതൊരു സുഖം. കാര്യം ആ വില കളയില്ല. നമുക്കെപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. കാര്യം അത് നമ്മളെ വളർത്തിയതും നമ്മുടെ ഭരണവും ഒക്കെയാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും വിഷമം തന്നെ. കാര്യം ഇന്ത്യയിലെ ഭരണം കാരണമാണ് എല്ലാവരും നാട് വിട്ട് പല രാജ്യത്തും പോയിട്ട് പല ഗതികെട്ട പണികളും ചെയ്ത്. ഇപ്പോഴും ഞാൻ ചിന്തിക്കും, ഇപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ സിറ്റിയിലൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പം അവിടെയൊക്കെ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ടെങ്കിലും അപ്പോൾ ചിന്തിക്കും, അവിടെയൊക്കെ അവർക്ക് എന്ത് ഭാഗ്യമാണ് സ്വന്തം വീട്ടുകാരായിട്ടൊക്കെ നിന്ന് ജീവിക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പം നമുക്ക് അതിനുള്ള അവസരം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് സാലറി നമുക്ക് ഉള്ള കാര്യത്തിൽ തൃപ്തിയല്ല. അതാണ് മെയിൻ കാര്യം. പണ്ടൊക്കെ ബോംബെക്കാരനെ മതി എന്നായിരുന്നു, ബോംബെ, മദ്രാസ് എന്നൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ ദുബായ്, ഗൾഫ് കൺട്രീസ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം മാറി UK, കാനഡ എന്നൊക്കെ ആയി. അപ്പോൾ ഉള്ളത് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം ഫസ്റ്റ്. പിന്നെ ഓവർ നാട്ടിലുള്ളവരോട് മെയിൻലി സബ്ജക്റ്റ് മാറി വരുന്നു. ഓവർ മതഭ്രാന്താവല് ആവശ്യത്തിനാവണം. അത് വിറ്റ് ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഇപ്പം എന്തെങ്കിലും വർഗീയപരമായിട്ട് മതത്തിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പം, പ്രത്യേകിച്ച് വർഗീയത സൃഷ്ടിക്കുന്ന വീഡിയോ, ആ വീഡിയോയിൽ കമൻറ്റ് എന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ഫേക്കായിരിക്കും. ഇപ്പോൾ മുസ്ലിം ഒരാളുടെ പേര് ഇട്ടിട്ട് അതായത് ഓരോരുത്തർ ഈഗോ ടച്ച് ചെയ്ത്. ഇപ്പോഴാണ് ഇങ്ങനെ ഓരോരോ വേർഡുകൾ ഞാൻ കാണുന്നത്. സംഘി, മറ്റേത് മറിച്ച്, ഇതിലാണ് വേറെ എന്തെങ്കിലും കമ്മി വാങ്ങാത്തൊലി. അപ്പം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആലോചിച്ച് പോയി നാളെ വോട്ടിടുക. കേരളത്തെ ഇപ്പം എങ്ങനെ നിൽക്കുന്നോ, ഇത്ര നാളായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നു, വേർതിരിവ് വന്നു. ഇപ്പം നല്ലാത്ത രീതിയിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. എല്ലാവർക്കും അവനവൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും തൊട്ട് നിറയ്ക്കാനാണ് മെയിൻലി. എല്ലാവരും ജീവിക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്. എന്നാലും കുറച്ച് സാമൂഹികപരമായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സില്ലിക്കാരിയല്ല. ഇപ്പം തന്നെ വലിയ നാട്ടിലോട്ട് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് അത് ക്യാൻസലായി. അത് എയർ ഇന്ത്യ എക്സ്പ്രസ്. നമ്മൾ ദേശസ്നേഹം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയല്ലേ, അവിടെ 10 പൈസ കിട്ടിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിലെ ഫ്ലൈറ്റ് അല്ലേ എന്നും പറഞ്ഞിട്ട് പോയി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചല്ലോ ബുക്ക് ചെയ്യുന്നത്. കുറച്ച് പൈസ കുറവും കുറച്ച് അഫോർഡബിളും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച വാറൊക്കെ കഴിയുമായിരിക്കും. അതാ കിടക്കുന്നത്. അവർക്ക് മുന്നേ ഇവർക്ക് പറയാമേ, ഇവർക്ക് അപ്ഡേറ്റ് ചെയ്യില്ല. അവസാനം ക്യാൻസലായെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്രയും ഇഷ്യൂസ് നടക്കുന്നത്. എന്തോരം അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറെ രാജ്യത്തിൽ അനുഭവിക്കണം. ഇവിടെ ഇത്രയും
മിസൈലുകൾ വിട്ടിട്ടും ഇവരതിനെ അതിജീവിച്ച് ഡിഫെൻഡ് ചെയ്തും ആളുകൾക്കൊന്നും ഒരു പ്രശ്നം അധികം ഇല്ലാതെ അത് മയത്തിൽ ആ രീതിക്ക് സൈഡായിട്ട് ജോലിക്ക് പോകുന്നൊരു ജോലിക്കും പോകുന്നുണ്ട്, എല്ലാം എൻ്റെ രീതി നടക്കുന്നുണ്ട് കാര്യങ്ങൾ. എന്നിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് ദുബായ്, എമിറേറ്റ്സും എയർ അറേബ്യൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വലിയ പേടി. അവിടുന്ന് വൻ പൊളിറ്റിക്സ് കളി, ഇതിൻ്റെ ഇടയിൽ കൂടെ പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവന്മാരെ വന്നിട്ടും റീഫണ്ട് ഫുള്ള് കിട്ടുന്നതുകൊണ്ട് അതിന് ടാക്സ് പിടിക്കുന്നുണ്ട്. അമ്മാതിരി ചറ്റത്തരങ്ങൾ, അങ്ങനെ ഉടായ്പയോടുകൂടെയാണ് നാട്ടിലോരോ കാര്യങ്ങൾ പോകുന്നത്. നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കേരളം, അങ്ങോട്ട് ഇന്ത്യ കേന്ദ്രം എന്ന് പറയാം. അതിൽ അതിനെയൊക്കെ അവിടുന്ന് ഒന്നും കിട്ടുന്നില്ല, എന്നിട്ട് പോലും കേരളം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏത് രീതിയിലായാലും അതൊരു കഴിവ് തന്നെ. നമ്മൾ വിചാരിക്കും കേന്ദ്രത്തിൽ കിട്ടണമെങ്കിൽ ഇന്ന പാർട്ടി വന്നാലേ അതാവും എന്ന് തോന്നൽ മാത്രം. അവരവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് മാത്രം അവരത് ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കും, ഈ ഇലക്ഷനൊക്കെ എന്തോരം പൈസ പൊടി കെട്ടുന്നത്, എന്തോരം വന്ന് മറിയുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാം ഉണ്ട്. സാധാരണക്കാരെപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് ആലോചിക്കുക, അതനുസരിച്ച് ചെയ്യുക ഓരോ കാര്യങ്ങൾ. ഓക്കെ, ജീവിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ തമ്മിലടിയായി എല്ലാ പ്രശ്നങ്ങളും ആവും. നല്ല കൂട്ടുകാരായിട്ട് നിന്ന്, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷെ ഇപ്പം നമ്മൾ തന്നെ ചിന്തിക്കത്തില്ലോ, അത് എനിക്ക് വ്യക്തികളോടാണ് ഇഷ്ടം, ഈ പാർട്ടിയൊക്കെ എല്ലാം. എന്നാലും ഒരു കമ്പാരിറ്റീവ്ലി ഏതാണ് ബെറ്റർ അതിന് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് വേർതിരിവ് ഒന്നും കാണിക്കില്ല. ഇതുവരെ എങ്ങനെ പോയിരുന്നത് സ്മൂത്തായിട്ട് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. ഇതിൻ്റെ ഇടയിൽ പല ലൈകളും കാണിക്കും പലരും, പല സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ഭക്തി കാണിച്ച് ഓരോരോ മണ്ഡലത്തിൽ നിന്ന് ചാടല്ലേ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അതിനകത്ത് പങ്കൊന്നും വരുത്താതെ, അതിനകത്ത് ഈ ഈഗോ കാണിച്ച് ഈ സോഷ്യൽ മീഡിയയാണ് മെയിൻ കുളവാക്കുന്നത്. ചിന്തിക്കുക, മനുഷ്യരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നല്ല ഭരണം ഏതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഉള്ളതിൽ ഇപ്പോൾ അതിനകത്ത് തന്നെ പല ആളുകൾ കാണും, പല രീതിയായിരിക്കും. പക്ഷേ പൊതുവെ കമ്പയർ ചെയ്യുക, ഏതാണ് ബെറ്റർ, അവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.